ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. KL രാഹുലിന്റെ സെഞ്ചുറിക്കും ഡൽഹി ക്യാപിറ്റൽസിനെ രക്ഷിക്കാനായില്ല. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 10 വിക്കറ്റുകൾക്കാണ് ഗുജറാത്ത് ടൈറ്റൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തിയത്. ഈ വിജയത്തോടെ ഗുജറാത്ത് ടൈറ്റൻസ്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ, പഞ്ചാബ് കിങ്സ് എന്നീ ടീമുകൾ പ്ലേ ഓഫിലേക്ക് ഒഫീഷ്യലി ക്വാളിഫൈ ചെയ്യുകയും ചെയ്തു. മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ബോളിംഗ് ആണ് തെരഞ്ഞെടുത്തത്. ഗില്ലിന്റെ ആ ഒരു തീരുമാനത്തെ സാധൂകരിക്കുന്ന ഒരു പെർഫോമൻസ് ആണ് ഗുജറാത്ത് ടൈറ്റൻസ് ബോളർമാർ നടത്തിയത്. പവർ പ്ലേയിൽ ഫ്രീ ആയിട്ട് സ്കോർ ചെയ്യാൻ DC ബാറ്റേഴ്സിനെ GT അനുവദിച്ചില്ല. ഇപ്പോൾ തുടക്കത്തിൽ ഡുപ്ലസി ആയാലും അതുപോലെ തന്നെ KL രാഹുൽ ആയാലും സ്ട്രഗിൾ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നമ്മൾ ഈ മത്സരത്തിന്റെ ഫേസസ് വെച്ചിട്ട് അനലൈസ് ചെയ്താൽ ഒരു ഗെയിം ചേഞ്ചർ ആയിട്ട് മാറിയത് വേണമെങ്കിൽ പവർ പ്ലേ ഫേസ് ആണെന്ന് പറയാം. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ DC ബാറ്റേഴ്സ് പവർ പ്ലേയിൽ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു. അവർക്ക് 45 റൺസ് മാത്രമാണ് ഈ ഒരു പവർ പ്ലേ ഫേസിൽ എടുക്കാൻ കഴിഞ്ഞത്. റൺ റേറ്റ് എന്ന് പറയുന്നത് 7.5 ആണ്. ഇപ്പോൾ പിച്ച് എന്ന് പറയുന്നത് ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ളൊരു പിച്ചായിരുന്നു. ആ പിച്ചിലാണ് ഇവർ തുടക്കം നന്നായിട്ട് ബുദ്ധിമുട്ടിയത്. ഇനി ഡുപ്ലസിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 10 പന്തിൽ 5 റൺസ് എടുത്തിട്ട് ഡുപ്ലസി പുറത്തായി. അർഷദ് ഖാനാണ് വിക്കറ്റ്. ഡുപ്ലസിയുടെ വിക്കറ്റിന് ശേഷം KL രാഹുലും അഭിഷേക് പോറലും നല്ലൊരു പാർട്ണർഷിപ്പ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്തത്. പിന്നീട് നമ്മൾ മിഡിൽ ഫേസ് നോക്കിക്കഴിഞ്ഞാൽ ഇവർ നന്നായിട്ട് തന്നെ കളിച്ചു. ഇപ്പോൾ മിഡിൽ ഫേസിൽ DC സ്കോർ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 91 റൺസാണ്. ഈ ഒരു ഫേസിൽ അഭിഷേക് പോറലിന്റെ വിക്കറ്റ് മാത്രമാണ് പോയത്. അപ്പോൾ ഒരു 90 റൺസിന്റെ ഒരു പാർട്ണർഷിപ്പിന് ശേഷം പോറൽ 19 ബോളിൽ 30 റൺസ് എടുത്ത് ഔട്ടായി. നമ്മുടെ സായി കിഷോറിനാണ് വിക്കറ്റ്. അതിനുശേഷം അക്ഷർ പട്ടേൽ വന്നു. അക്ഷർ പട്ടേലും ഡീസന്റ് ആയിട്ടുള്ള ഒരു കമ്മിയോ തന്നെയാണ് കളിച്ചത്. 16 പന്തിൽ 25 റൺസ്. പിന്നെ ട്രിസ്റ്റൻ സ്റ്റെപ്സിന് നോക്കിയാലും 10 പന്തിൽ 21 റൺസ്. അത്യാവശ്യം നല്ല സ്ട്രൈക്ക് റേറ്റിൽ തന്നെ കളിച്ചു. രാഹുലിന്റെ ഇന്നിംഗ്സ് തന്നെയാണ് DC ബാറ്റിംഗിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. 65 പന്തിൽ 112 റൺസ് എടുക്കാൻ രാഹുലിനായി. 14 4ഉം 4 6ഉം അടക്കമുള്ള ഒരു ഇന്നിംഗ്സ് ആയിരുന്നു അത്. ഈ മത്സരത്തിൽ മിഡിൽ ഓർഡറിൽ നിന്ന് ഓപ്പണറായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെട്ട രാഹുൽ തന്റെ ആ ഒരു തീരുമാനത്തെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ് പുറത്തെടുത്തത്. പക്ഷേ പവർ പ്ലേയിൽ അവർ വിട്ട് കളഞ്ഞൊരു 10-15 അല്ലെങ്കിൽ 20 റൺസ് എന്ന് പറയുന്നത് ക്രൂഷ്യലായി എന്ന് വേണം പറയാൻ. നമ്മളിപ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 6 ഫേസ്, ഇപ്പോൾ 2 ടീമിന്റെയും ബാറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഈ പവർ പ്ലേയിൽ DCയുടെ പവർ പ്ലേയിൽ മാത്രമാണ് ബാറ്റിംഗ് അത്ര സ്ട്രഗ്ലിംഗ് ആയിട്ട് തോന്നിയത്. ഓഫ് കോഴ്സ് GT ബോളേഴ്സ് നന്നായിട്ട് തന്നെയാണ് ബോൾ ചെയ്തത്. ഇപ്പോൾ നമ്മൾ ബാക്കി ഫേസ് നോക്കുമ്പോൾ ആ ഒരു ഫേസിൽ മാത്രം പിച്ച് ഭയങ്കരമായിട്ട് ബോളിംഗ് പിച്ച് ആണെന്ന് നമുക്ക് തോന്നും വിധമായിരുന്നു DCയുടെ ആ ഒരു ബാറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫേസിൽ വിട്ടുകളഞ്ഞ റൺസ് ക്രൂഷ്യലായി എന്ന് തന്നെ വേണം പറയാൻ. പിന്നീട് നമ്മൾ ഇവരുടെ ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ മുഹമ്മദ് സിറാജിന് ഇന്നലെ വിക്കറ്റൊന്നും കിട്ടിയില്ല. അർഷദ് ഖാൻ 2 ഓവർ മാത്രം എറിഞ്ഞ് 7 റൺസ് എടുത്ത് ഒരു വിക്കറ്റ് എടുത്തു. അതുപോലെ പ്രസിദ്ധ് കൃഷ്ണ 4 ഓവറിൽ 40 റൺസ് കൊടുത്ത് ഒരു വിക്കറ്റ്. സായി കിഷോർ 4 ഓവറിൽ 47 റൺസ് കൊടുത്ത് ഒരു വിക്കറ്റ്. അപ്പോൾ റഷീദ് ഖാൻ ഡീസന്റ് ആയിട്ട് ബോളറിന് വിക്കറ്റൊന്നും കിട്ടിയില്ല. റബാഡ നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. 2 ഓവറിൽ 34 റൺസാണ് റബാഡ വിട്ടുകൊടുത്തത്. അങ്ങനെ വന്നപ്പോഴേക്കും 199 എന്നൊരു സ്കോറാണ് നമ്മുടെ DC പോസ്റ്റ് ചെയ്തത്. ഇവർക്ക് ഈ ഒരു സ്കോർ ഡിഫെൻഡ് ചെയ്യണമെങ്കിൽ, പ്രത്യേകിച്ച് ഒരു ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പിച്ചിൽ ഡിഫെൻഡ് ചെയ്യണമെങ്കിൽ GTയുടെ ടോപ്പ് 3 വിക്കറ്റ് പെട്ടെന്ന് തന്നെ വീഴ്ത്തണമായിരുന്നു. ടോപ്പ് 3യുടെ പോയിട്ട് ഒരു വിക്കറ്റ് പോലും വീഴ്ത്താൻ DC ബോളേഴ്സിന് കഴിഞ്ഞില്ല. അത്രയും കമാൻഡിങ് ആയിട്ടാണ് സായ് സുദർശനും ശുഭ്മാൻ ഗില്ലും ബാറ്റ് ചെയ്തത്. ഇപ്പം നമുക്കറിയാം ഈ സീസണിൽ ഇവരുടെ ഒരു 80% റൺസും സ്കോർ ചെയ്തിരിക്കുന്നത് ഈ ടോപ്പ് 3 തന്നെയാണ്. അപ്പോൾ ഇന്നലെ അത് ആവർത്തിച്ചു. അവിടെ ബട്ട്ലറിന്റെ ആവശ്യം പോലും വേണ്ടി വന്നില്ല. അത്രയും മനോഹരമായിട്ടാണ് നമ്മുടെ സായ് സുദർശനും ശുഭ്മാൻ ഗില്ലും ബാറ്റ് ചെയ്തത്. അപ്പോൾ അവരുടെ ബാറ്റിംഗ്, അവർ ഫേസസ്, ഓരോ ഫേസും കൃത്യമായിട്ട് അവർ കൺട്രോൾ ചെയ്തു. അതായത് ചേസിന്റെ ഒരു ഘട്ടത്തിൽ പോലും അവർ താഴെ പോയില്ല. അത്രയും ഒരു കമാൻഡിങ് ആയിട്ടുള്ള, ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. ഇനി നമ്മൾ ആ ഒരു പവർ പ്ലേ നോക്കിക്കഴിഞ്ഞാൽ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ 59 റൺസ്. അവിടെ തന്നെ നമ്മുടെ DC ആയിട്ട് 14 റൺസിന് ഡിഫറൻസ് വന്നു. അതിനുശേഷം മിഡിൽ ഓവേഴ്സ് വന്നു കഴിഞ്ഞാൽ 9 ഓവറിൽ 95 റൺസ്. അവിടെയും ഒരു 10.55 എന്ന റൺ റേറ്റിൽ കളിച്ചു. ഇനി നമ്മൾ ഡെത്ത് ഓവേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും 51 റൺസ്. അതായത് കൃത്യമായിട്ട് മെഷർ ചെയ്തിട്ടുള്ളൊരു അപ്രോച്ച് ആയിരുന്നു അവരുടേത്. അവരതിൽ വിജയിക്കുകയും ചെയ്തു. സായ് സുദർശന്റെ ഒരു എക്സലന്റ് സെഞ്ചുറി ആയിരുന്നു. അതുപോലെ തന്നെ ഓറഞ്ച് ക്യാപ്റ്റൻ സായ് സുദർശൻ തന്നെയാണ്. 61 പന്തിൽ 108 റൺസാണ് സായ് സുദർശൻ എടുത്തത്. പിന്നെ ഗില്ലിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 53 പന്തിൽ 93 റൺസ്. ഒരു 10 റൺസ് കൂടി DC സ്കോർ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ വേണമെങ്കിൽ ഗില്ലും സെഞ്ചുറി അടിച്ചേനെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഫേസസ് വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു 10-20 റൺസ് ഷോർട്ട് ആയിരുന്നു DC എന്ന് ഞാൻ പറഞ്ഞു. എങ്കിലും ഈ ഒരു ഫോമിൽ പക്ഷേ എനിക്ക് തോന്നുന്നില്ല അവരെ പിടിച്ചു കെട്ടാൻ സാധിക്കുമായിരുന്നു എന്ന്. കാരണം അത്രയും മനോഹരമായിട്ടാണ് കളിച്ചത്. ഒരു ഓവർ ബാക്കി നിൽക്കെ ഇവർ ഈ ചേസ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ പോലും DC ബോളേഴ്സിന് ഒരു വെല്ലുവിളി ഉയർത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ അത്രയും സ്കെയറി ആയിട്ടുള്ള ഒരു പെർഫോമൻസ്, സ്കെയറി ഗുഡ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു ഗുജറാത്ത് ടൈറ്റൻസിൻ്റേത്. സായ് സുദർശൻ തന്നെയാണ് മാൻ ഓഫ് ദി മാച്ച്. ഈ ഒരു വിജയത്തോടെ 18 പോയിന്റുമായിട്ട് പോയിന്റ് ടേബിൾ 1ാം സ്ഥാനത്താണ് GTക്കായി. അത് മാത്രമല്ല RCBയും പഞ്ചാബ് കിങ്സും പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്യുകയും ചെയ്തു. DCയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടത്തിലാണ്. ഇനിയുള്ള 2 മത്സരങ്ങളും ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും പ്ലേ ഓഫിലേക്ക് കടക്കാൻ സാധിക്കും. പക്ഷേ ഇനിയുള്ള 2 മത്സരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മുംബൈ ഇന്ത്യൻസിനും മറ്റൊന്ന് പഞ്ചാബ് കിങ്സിനും എതിരെയാണ്. അപ്പോൾ 2 ടഫ് മാച്ചസ് ആണ് അവരെ കാത്തിരിക്കുന്നത്. ആ 2 മത്സരങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ മറ്റു റിസൾട്ടുകളെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ ഇവർക്ക് കയറി പോകാൻ സാധിക്കും. ഇനി ഇവർ മുംബൈയോട് തോൽക്കുകയാണെങ്കിൽ ഒഫീഷ്യലി എലിമിനേറ്റ് ആവും. ഇനി മുംബൈയെ തോൽപ്പിച്ചിട്ട് പഞ്ചാബുമായിട്ട് തോൽക്കുകയാണെങ്കിൽ മുംബൈ ബാക്കിയുള്ള മത്സരങ്ങൾ തോൽക്കുക, അതുപോലെ LSG അറ്റ്ലീസ്റ്റ് ഒരു മത്സരങ്ങൾ തോൽക്കുക എന്നിങ്ങനെ മറ്റു റിസൾട്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ മെയ് 21 നടക്കുന്ന മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം എന്ന് പറയുന്നത്
DC സംബന്ധിച്ച് ഒരു നോക്കൗട്ട് ഗെയിമാണ്. ആ മത്സരത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ അവർക്ക് സാധ്യതയുണ്ട്. അല്ല, ആ മത്സരത്തിൽ തോൽക്കുകയാണെങ്കിൽ അത് തുടക്കത്തിൽ 4 മത്സരങ്ങളും ജയിച്ചു തുടങ്ങിയ ഒരു ടീം പ്ലേ ഓഫ് കാണാതെ പുറത്താവുന്നത് നമ്മൾ കാണേണ്ടി വരും. എന്താണ് ഈ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.